ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനത്തെ ഓയിൽ വറ്റിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ഓയിൽ എങ്ങനെയാണ് ഒഴിക്കുക എന്നുള്ളതാണ്. ഇത് പുതിയ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ അഴുക്കുകൾ കണ്ടില്ലേ, ഈ അഴുക്കുകളൊന്നും നമുക്ക് മേലോട്ട് കയറി വരില്ല പെട്ടെന്ന്. ഈ നല്ല ഓയിലാണെങ്കിൽ ഈ കുറേ അഴുക്കുകൾ അടിഭാഗത്ത് തന്നെ അടിഞ്ഞു കൂടും കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ കണ്ടില്ല ഒരു ഹൈ ലോ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ആണെങ്കിലാണ് നമ്മൾ ഈ ഓയിൽ മൊത്തം മാറ്റിയിട്ട് പുതിയ ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹൈ എന്ന് പറയുന്നത് കണ്ടില്ല, ഈ ഹൈയിൽ വരെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഓയിൽ നമ്മൾ ഇതിൽ നിന്ന് വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഈ ഓയിൽ നമ്മൾ എടുക്കുന്നത്. എന്നതിൻ്റെ ശേഷം ഇതുപോലത്തെ ഓയിലുകൾ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ ഓയിൽ ആണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഇതേപോലെ തന്നെ അത് സീൽ ചെയ്തിട്ടുണ്ടാവും. അത് പതുക്കെ അതുപോലെ പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ഇത് ക്ലീനാക്കി വെച്ചതിലേക്ക് ഈ ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലോട്ട് ഒഴിക്കരുത്, കാരണം ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മളെ പവർ മെഷീനിലാണെങ്കിൽ നമുക്ക് ചെറിയ അഴുക്കുകളെ പ്രശ്നമുള്ളൂ കേട്ടോ. വലിയ അഴുക്കുകളൊക്കെ നമ്മളെ പവർ മെഷീൻ്റെ ഇവിടെ അതേപോലെ ഒരു അരിപ്പ വരുന്നുണ്ട്. അപ്പോൾ ഈ അരിപ്പൻ്റെ ഉള്ളിൽ കൂടെ വലിയ അഴുക്കുകളൊന്നും മേലോട്ട് കയറി വരില്ല, കുഞ്ഞു അഴുക്കുകൾ മാത്രമേ വരുള്ളൂ. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ സർക്കുലേഷൻ കറക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ചവിട്ടി നോക്കുന്ന സമയത്ത് ഇവിടെ ഓയിൽ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയണം. നമ്മൾ തയ്യൽ മെഷീനിൽ സൗണ്ടൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് അധികം പെട്ടെന്ന് ഓയിൽ മാറ്റേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.